കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര ഉന്നതിയിൽ രൂക്ഷമായിരിക്കുകയാണ് കാട്ടാനശല്യം. ഇന്ന് പുലർച്ചെ പോലും ജനവാസ മേഖലയിലേക്ക് ആനകൾ എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. കാലവർഷം ശക്തി പ്രാപിച്ചിട്ടും കാട്ടാനക്കൂട്ടം കാടിറങ്ങി നാട്ടിലേക്ക് വരികയാണ്. കുട്ടമ്പുഴ പന്തപ്ര ഉന്നതിയിൽ കാട്ടാനശല്യം രൂക്ഷമാകുകയാണ്. ഇന്ന് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം പന്തപ്ര ഉന്നതിയിലെ ഊരുമുപ്പൻ, കുട്ടൻ ഗോപാലൻ, ചെല്ലപ്പൻ, പ്രഭാകരൻ എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത്. വീടിന്റെ മുറ്റത്തുവരെ എത്തിയ ആനകൾ നിരവധി തെങ്ങുകളും വാഴകളും ചവിട്ടി മെതിച്ചിട്ടു. ആനശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഊരുമുപ്പന്റെ ആവശ്യം. ഇവിടെ സോളാർ ഫെൻസിങ് ഇട്ടിട്ട് അത് നശിച്ചു പോയിട്ട് കുറേ 5-6 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് പുതുക്കി പണിയാനോ ഇതുവരെ ആരും തന്നെ തയ്യാറായിട്ടില്ല. അപ്പോൾ പല പ്രാവശ്യം ഞങ്ങളിതിനെ ഈ ഫെൻസിങ് ഒന്ന് ഇട്ട് തരണമെന്നുള്ള ആവശ്യം ഊരുകൂട്ടത്തിലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തേക്കൊക്കെ ആവശ്യപ്പെട്ടാൽ പോലും ഇതുവരെ അത് സോളാർ ഫെൻസിങ് ഇട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആനശല്യം നിത്യവും വീടുകളിലേക്ക് കയറി വരികയും വീടിനടുത്തേക്ക് കയറി വരികയും കൃഷി നശിപ്പിക്കുകയും ഉള്ളൊരവസ്ഥയാണ്. ഫെൻസിംഗ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ആദിവാസി ഉന്നതികളിൽ പോലും ഇനി താമസം ബുദ്ധിമുട്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടങ്ങൾ മഴക്കാലത്തും പുറത്തിറങ്ങി വരികയാണ്. കാടിന് പുറത്തുള്ള കൃഷികളാണ് കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.